പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി CPM-ന് കനത്ത തിരിച്ചടി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. CPIM മുൻ MLA ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്ക് പങ്കില്ല എന്ന വാദത്തിനുള്ള തിരിച്ചടിയാണ്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ 4 പ്രതികൾക്ക് 5 വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPM-ന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്, പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ്. കാരണം ഈ വിധി അവരുടെ മേലെ വരാതിരിക്കാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത്. ആ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത്, ജനങ്ങളുടെ നികുതി പണത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാണ്, പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്, വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങളെല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ, പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്.